റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പാലക്കാട് നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. 2.5 പതിറ്റാണ്ട് കാലം ഇടത് കോട്ട പോലെ കാത്തു സൂക്ഷിച്ച പാലക്കാട് വി.കെ. ശ്രീകണ്ഠൻ കൊണ്ടുപോയി. വി.കെ. ശ്രീകണ്ഠൻ കൊണ്ടുപോയ പാലക്കാട് തിരികെ കിട്ടുമോ എന്നതാണ് LDF ക്യാമ്പിലെ ആകാംക്ഷ. കോട്ട നിലനിർത്താൻ സാധിക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠന് പ്രതീക്ഷ. എന്നാൽ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി NDAയ്ക്കും പ്രതീക്ഷകൾ നൽകുന്നു. പാലക്കാട് മണ്ഡലത്തിൽ തീപ്പൊരി മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഈ യഥാർത്ഥത്തിൽ ത്രികോണ ചിത്രം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നുമാണ് ഇന്ന് വൈകുന്നേരം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുന്നത്. തത്സമയം റിപ്പോർട്ടർ കുരുക്ഷേത്രം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ നെല്ലറയിൽ പലപ്പോഴും ഇടതു ശബ്ദമാണ് പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടത്. ആ നെല്ലറയിൽ നിന്നും പാലക്കാടിന്റെ ഇടതു ശബ്ദമായവർ പിന്നീട് അണിയറയിലേക്ക് പോവുകയും വി.കെ. ശ്രീകണ്ഠൻ വന്നതോടുകൂടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കേരളത്തിൽ ഒരേയൊരു മുനിസിപ്പാലിറ്റി, അത് വലിയ ഭൂരിപക്ഷത്തിൽ BJP ഭരിക്കുന്നത് പാലക്കാടാണ് എന്നതും പാലക്കാട് BJPക്ക് ഒരു MLA അല്ലെങ്കിൽ MP എന്നുള്ളത് സാധ്യമാകുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. അങ്ങനെ മത്സരം കടുക്കാൻ പോവുകയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറെ തന്നെ ഇറക്കി ഇടതുമുന്നണി മത്സരം കടുപ്പിക്കുമ്പോൾ വി.കെ. ശ്രീകണ്ഠനും ഒപ്പം സി കൃഷ്ണകുമാറും ഇഞ്ചോടിഞ്ചു പോരാട്ടവുമായി രംഗത്തുണ്ട്. അക്ഷരാർത്ഥത്തിൽ തീപാറുന്ന പോരാട്ടമാണ്. പാലക്കാട് അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനും അപ്പുറമാണ് രാഷ്ട്രീയ താപനില പാലക്കാടിന്റെ രാഷ്ട്രീയ ബാരോമീറ്ററിൽ. നമ്മൾ ആരംഭിക്കുന്നു. ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നത് LDFിൽ നിന്നും നിതിൻ കടച്ചേരി, UDFിൽ നിന്നും OK ഫറൂഖ്, NDAയിൽ നിന്നും ജോമോൻ ചക്കാലക്കൽ. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ഒപ്പം പാലക്കാട് നിന്നും നമുക്കൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, വോട്ടർമാർക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ആദ്യം നിതിനിലേക്ക്. നിതിൻ, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പാലക്കാട് വിജയരാഘവൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകുമ്പോൾ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലുള്ളത് ആത്മവിശ്വാസമാണോ, അതോ കഴിഞ്ഞ തവണ വി.കെ. ശ്രീകണ്ഠൻ നേടിയ മണ്ഡലം നിലനിർത്താൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇറക്കുമ്പോൾ നെഞ്ചിടിപ്പാണോ കൂടുതലുള്ളത്? കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായി ഏതാണ്ട് 1,10,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ദേശീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം എങ്ങനെയാകണം, ഇന്ന് കാണുന്നത് പോലെയെങ്കിലും ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മതനിരപേക്ഷവാദികളായ ജനാധിപത്യവാദികളായ മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വിധിയെടുത്ത് ജനം നടത്തുമ്പോൾ ഇന്ന് മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ, രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുവാൻ പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന പക്ഷം ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ RSSനാൽ നയിക്കപ്പെടുന്ന BJPയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനം വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഇതിനേക്കാൾ കാലം കോൺഗ്രസ് കയ്യിൽ വെച്ചിരുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ അട്ടിമറിയിലൂടെ വിജയം കരസ്ഥമാക്കിയ നേതാവ് കൂടിയാണ് വിജയരാഘവൻ. ഇന്ന് അദ്ദേഹം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ്. രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ മികവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ തെളിമയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിത്തറ. പ്രധാനപ്പെട്ട ആത്മവിശ്വാസങ്ങൾ. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേടിയ 1 ലക്ഷത്തിന് മുകളിലുള്ള പാലക്കാട് ലോക്സഭയിലെ ഭൂരിപക്ഷം. രണ്ടാമത്തെ ആത്മവിശ്വാസം പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയരാഘവനിലുള്ളത്. മൂന്നാമത്തത് മതേതര ചേരിയായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. ഇത് ഈ 3 ആത്മവിശ്വാസവും ഇല്ലാതെയാണോ AK ബാലൻ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനാണ്. അദ്ദേഹം ഒരു പ്രസംഗമധ്യേ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചല്ല ഈ തെരഞ്ഞെടുപ്പിന് നാം ലക്ഷ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്. മത്സരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാല താല്പര്യത്തിലാണ്. നോക്കൂ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ പറയുകയുണ്ടായി, ഇടതുപക്ഷത്തിന്റെ ഭാവി ഇന്ത്യയിൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചല്ല, ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യയുടെ ഭാവി എന്ത് എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എന്ന്. ഇന്ത്യയിലെ ജനം അതാണ് ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾ. നമുക്ക് ദേശീയ വിഷയമാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫറൂഖ്, നോക്കൂ, 3 ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുന്നത്. ഒന്ന്, സാക്ഷാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ എന്ന അട്ടിമറിക്കാൻ ശേഷിയുള്ള നേതാവ്. 2,
മതേതര മുന്നണിയായി നിൽക്കാൻ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MP-യും മറുകണ്ഠം ചാടില്ലെന്ന് ആത്മവിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി എന്നവർ അഭിമാനപൂർവ്വം പറയുന്ന LDF-ന്റെ രാഷ്ട്രീയ കരുത്ത്. മൂന്നാമത്തത് നിയമസഭയിലെ ഭൂരിപക്ഷം. ഇവിടെ 2019 ശ്രീ VK ശ്രീകണ്ഠൻ ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും സമാനമായ സാഹചര്യം അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോലും തള്ളപ്പെട്ട VK ശ്രീകണ്ഠൻ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാടിന്റെ മണ്ണിൽ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് 5 വർഷം അദ്ദേഹം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ബന്ധം അത് തീർച്ചയായിട്ടും വോട്ടായി മാറും എന്നുള്ളതിലൊരു സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണ നിങ്ങളെ പിന്തുണച്ച 2 ഘടകങ്ങൾ, ഒന്ന് ശബരിമല വിഷയം, അത് ഇത്തവണയില്ല. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. അതെല്ലാം ഞാൻ പറയാം. ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയുടെ സാഹചര്യം, ഇവിടെ 2 മുന്നണികൾ എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്, എൻ്റെ നേതാക്കന്മാർ. ഒരു മുന്നണി ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് പൗരത്വം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായി മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഇല്ലാതെയാക്കിക്കൊണ്ട് വർഗീയമായി വിദ്വേഷവും വെറുപ്പുമാണ് അവർ സംഭാവന ചെയ്യുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രം അതാണ്, അതുതന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നതും ഈ നാടിനെ വിഭജിക്കാനാണ്. ഒരു വിഭാഗം താമരയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്, മറുവിഭാഗമാണ് ഏറ്റവും രസം. അവർ ഈനാം പേച്ചും മരപ്പട്ടിയും എലിപ്പെട്ടിയും ചിഹ്നം കിട്ടാതിരിക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായി, വെറും ചിഹ്നത്തിന് മാത്രം ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വേറെ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് അവർക്കില്ല. ഈ രാജ്യത്തുള്ള വർഗീയമായി നിൽക്കുന്ന വിദ്വേഷം പരത്തുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിയതല്ല. അവരുടെ ലക്ഷ്യം കേവലം ഒരു ചിഹ്നത്തിനാണെങ്കിൽ കോൺഗ്രസ്, ഒരു കാര്യം കൂടി, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മത്സരിക്കുന്നത് ഈ വിദ്വേഷത്തിനെതിരെയാണ്. ഗാന്ധിയുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനാണ്, നെഹ്റുവിന്റെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കാനാണ്, ഇന്ത്യയെ നിലനിർത്താനാണ്, ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഇതുപോലെ തോട് ചേർന്ന് നിർത്താനാണ്. ഇന്ത്യക്ക് വേണ്ടിയാണ്, ഭാരതത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. അതിനായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയെ BJP-യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വയനാട്ടിലോ? രാഹുൽ ഗാന്ധി ഒട്ട് സിറ്റിംഗ് MP ആണ്. അവിടെ കഴിഞ്ഞ വർഷവും ഇവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങള് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതേ രീതിയിൽ സംസാരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും സിറ്റിംഗ് MP ആയതുകൊണ്ട് അവിടെ മത്സരിക്കുന്നു. അവിടേക്ക് കടന്നു വന്നിരിക്കുന്ന സ്റ്റേറ്റ് ചോദ്യം ഇതാണ്. CPM-ന് അവരുടെ ചിഹ്നം നിലനിർത്തണം എന്നുള്ള ആത്മവിശ്വാസ കുറവോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുവെന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിനെ വയനാട്ടിൽ കൊണ്ട് നിർത്തുന്നത് അമേഠിയിൽ നിങ്ങളുടെ നേതാവ് വിജയിക്കില്ല എന്ന ആത്മവിശ്വാസം. അതായത് BJP ഇത്തവണ നേരിടാൻ പോകുന്നത് ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പറ്റിയ മണ്ഡലം സുരക്ഷിതമായി തെരഞ്ഞെടുത്ത മറ്റൊരു മുന്നണിയെയുമാണ്. ഇന്ത്യയിൽ 543 പാർലമെന്റിനകത്ത് ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഏത് പാർലമെന്റ് സീറ്റിലും മത്സരിക്കാം. സമ്മതിച്ചു. രാഹുൽ ഗാന്ധി MP ആയതിനു ശേഷം വന്നതല്ലേ ആനി രാജ? ആനി രാജ വരുന്നത് രാഹുൽ ഗാന്ധി MP ആയതിനു ശേഷം സിറ്റിംഗ് MP ആണ് അദ്ദേഹം ഇവിടെ വീണ്ടും മത്സരിക്കുന്നു. 8% BJP-ക്ക് വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എന്നൊരു ദേശീയ നേതാവ് മത്സരിക്കുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വീണ്ടും പറയുന്നു. രാഹുൽ ഗാന്ധി ഈ ഏത് പാർലമെന്റിലും അദ്ദേഹം പറഞ്ഞു, എന്റെ രണ്ടാമത്തെ വീടാണ് വയനാട്. ഡൽഹി കഴിഞ്ഞാൽ ഡൽഹിയിൽ വീടുണ്ടല്ലോ, ആ വീട് രണ്ടാമത്തെ വീടാണ് വയനാട്. ആ വയനാട് അദ്ദേഹം മത്സരിക്കുന്നു. ആ മത്സരിക്കാൻ നമുക്ക് ഇവിടെ അവകാശമുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇനി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഇന്ത്യ മുന്നണി വേണമെന്നും അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ആനിരാജ് മലയാളിയാണ്. കേരളത്തിൽ നിന്നുള്ള ആളാണ്. ആദ്യത്തെ വീട് തന്നെ കേരളത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വീടല്ലേ കേരളത്തിൽ? ആനിരാജയുടെ ആദ്യത്തെ വീട് അങ്ങനെയൊക്കെയാണ് ഒരാൾ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. അതാണ് താങ്കൾ പറഞ്ഞത്. രണ്ടാമത്തെ വീടായ വയനാടിനെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തത് ഈ ഭയം കൊണ്ടാണോ? ഈ വിഷയം
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് CPM വയനാടിന്റെ മണ്ഡലം കേരളത്തിന്റെ 20 മണ്ഡലത്തിനകത്തും ഇതേ ക്യാമ്പയിനുമായി ഫലം കണ്ടില്ല. ശ്രീ ശരി, രാഹുൽ ജോമോൻ, ഗാന്ധി 4 ലക്ഷം വോട്ടിനാണ് വിജയിച്ചത്. ജോമോൻ നോക്കൂ. 19 സീറ്റും UDF-നാണ്. ശരി ജോമോൻ, ഒരു വലിയ തരംഗം കേരളത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 400 എന്നുള്ള വലിയ മനക്കൊട്ടയൊക്കെ കെട്ടിയിരുന്നോ? പക്ഷേ തെക്കൻ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ആകെ കിട്ടാൻ പോകുന്നത് 10-ൽ താഴെ സീറ്റുകളായിരിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. കേരളത്തിലെ 2 അക്കം 0-0 ആയിരിക്കുമെന്നാണ് 2 മുന്നണികളും പറയുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് റിപ്പോർട്ടർ ലൈവ് കാണുകയായിരുന്നു. ആദ്യം ഒരു സന്തോഷ വാർത്ത റിപ്പോർട്ടറിലെ പ്രേക്ഷകരോട് പറയട്ടെ. ഏപ്രിൽ 1 മുതൽ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും 346 രൂപ നരേന്ദ്രമോദി ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ ഈ അവസരം ഇതിന് ഉപയോഗിക്കുന്നു. 10 വർഷത്തിന് ശേഷം 13 രൂപ. 10 വർഷത്തിന് ശേഷം 13 രൂപ. 212 രൂപയായിരുന്നു. 212 രൂപയായിരുന്നു 10 വർഷം മുമ്പ്. അതെ അതെ. ഒരു നിമിഷം ഇനി വിഷയത്തിലേക്ക് വരാം. കൊടുക്കാൻ അവർക്ക് കഴിയില്ല. 133 13 രൂപ കൂട്ടി 346 ആക്കി. അത്രയല്ലേ? 346 ആയത് 13 രൂപയെ കൂട്ടിയിട്ടുള്ളൂ. UPA സർക്കാർ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഈ പൈസ. ഈ 13 മാത്രമല്ല. അല്ലല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്. കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ്, അത് കഴിഞ്ഞാൽ ഗോവയാണ്, അത് കഴിഞ്ഞാലാണ് കേരളം. അതെ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ അപ്പൊ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രഖ്യാപനത്തെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ ഗുജറാത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും നിങ്ങൾ പോയി നോക്കിയോ എത്രയാണ് കൂലി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത്രേ പറഞ്ഞു. 10 വർഷം കൊണ്ട് 13 രൂപ കൂട്ടി. ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ 2 സ്ഥലത്തും ആളുകളെ ഇവർ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷനാണ് ഇന്ന്. നേതാക്കൾ ഞങ്ങളുടെ നേതാക്കൾ ആളെ വിടണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, നമ്മൾ A ക്ലാസ് മണ്ഡലമാണ്, ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞ ആളെ വിടണ്ട ആളാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാനൊരു കാര്യം പറയാം. നാളെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഈസ്റ്റർ അവധി കൊടുക്കാത്ത അതൊക്കെ എന്നേ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമാണ് നാളെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവമേ, ഇവിടെ നിൽക്കുന്ന ഈ CPM എന്നുള്ള പാർട്ടിക്ക് ഒരു 4 സീറ്റെങ്കിലും ഇന്ത്യയെ കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ സകല ചുമരിലും ഈനാമ്പേച്ചിയും മരപ്പട്ടിയും നമ്മുടെ ചിഹ്നമാകുമല്ലോ എന്ന് പേടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? 10 കൊല്ലമായി ചെതല് പിടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം, 10 കൊല്ലമായി ചെതല് പിടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇവരെല്ലാവരും കൂടി ഒരു 55 സീറ്റെങ്കിലും പിടിച്ച് ആ പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ഇവരൊന്ന് നേടിയെടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാ ഞങ്ങൾ നാളെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? ഉദാഹരണത്തിന് മണിപ്പൂരിലെ സ്ത്രീകൾക്ക് ജീവൻ കൊടുക്കണേ, മണിപ്പൂരിൽ അപമാനിക്കപ്പെട്ട സ്ത്രീകൾക്ക് മണിപ്പൂരെല്ലാം ചീറ്റിപ്പോയതാണ്. മണിപ്പൂരിലെ ചർച്ചുകൾ, പള്ളികളില്ല. നിങ്ങൾക്ക് കേരളത്തിൽ പ്രാർത്ഥിക്കാൻ പള്ളികളുണ്ട്, മണിപ്പൂരിൽ പ്രാർത്ഥിക്കാൻ പള്ളി പോലും ഇല്ല. അവിടെ അമ്പലങ്ങളും ഇല്ലായിരുന്നു. അവിടെ 2 സമുദായം തങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു. അത് ഒരു വർഗീയ പ്രശ്നമല്ല. ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്ത ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇത് സാമ്പത്തിക വർഷ അവസാനമാണ്. ഈ ഞായറാഴ്ച ഇവിടെ എല്ലാ ബാങ്കുകളും ഇന്ത്യയിൽ തുറക്കുന്നുണ്ട്. മണിപ്പൂരിനെ പ്രത്യേകമായി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എടുത്തു പറഞ്ഞ് മണിപ്പൂർ ഞായറാഴ്ച എല്ലാ സ്ഥാപനങ്ങളും തുറക്കാൻ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചീറ്റിപ്പോയൊരു സമരം. ഉത്തരവ് പിൻവലിച്ചു. പിൻവലിക്കേണ്ടി വന്നു. ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കണം, എല്ലാവരും ഹാജരാവണം എന്നൊക്കെ പറയാൻ ഈ ബിജെപിക്ക് ഒരു തവണ മണിപ്പൂരിൽ പോയിട്ടുണ്ട്. ഈ കേരളത്തിൽ 40 ദിവസത്തിനിടയിൽ 4 തവണ കല്യാണം കൂടാൻ വന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരു തവണ മണിപ്പൂരിലെ വേദനിക്കുന്ന ജനങ്ങൾക്കിടയിൽ പോകാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യ എന്ന രാജ്യമല്ല, ഇന്ത്യയെ വർഗീയവൽക്കരിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ RSS നോക്കുന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം. ഒരു വർഗീയ കലാപമല്ല മണിപ്പൂരിലെ വിഷയമെന്ന് മണിപ്പൂർ ബിഷപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന കാര്യം അരുൺകുമാറിനും അറിയാം, ഇവിടെ നിൽക്കുന്നവർക്കും അറിയാം. ഈ നിൽക്കുന്ന പാവങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി 24 മണിക്കൂറും പുട്ടിന് പീരിയിടുന്ന പോലെ മണിപ്പൂര് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ 400 സീറ്റോട് കൂടെ അധികാരത്തിൽ വരുമ്പോൾ ഇവരോട് പറയാനുള്ളത് ഒരു 55 സീറ്റെങ്കിലും വാങ്ങി ആ 10 കൊല്ലമായി ഇല്ലാതിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കസേര രാഹുൽജിക്ക് ഒന്ന് വാങ്ങി. സമ്മതിച്ചു. അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ എന്താണ് സ്ട്രാറ്റജി?
ഞങ്ങൾ ഈ വർഷം ഈ പ്രാവശ്യം ഞങ്ങൾ അക്കൗണ്ട് തുറന്നിരിക്കും. പാലക്കാട് തന്നെ തുടങ്ങുമോ? പാലക്കാട് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിച്ചിരിക്കും. എങ്ങനെ? കൃഷ്ണകുമാർ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും. വെല്ലുവിളിക്കുന്നു. സി കൃഷ്ണകുമാർ ഒരു സഹമന്ത്രിയല്ല, ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും. പണ്ടൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടി കെട്ടിയ ഓഫീസ് പാലക്കാട് ചെതല പിടിച്ച് കിടക്കുന്നുണ്ട്. അത് പൊടി പിടിച്ച് കിടക്കുക അവിടെ. ഒരു ബൂത്ത് ആ മുഖ്യമന്ത്രി ഓടിച്ച ഞങ്ങളും പാലക്കാട് ചർച്ചയിലും പറഞ്ഞു, ഒരു ബൂത്തിൽ കിട്ടേണ്ട വോട്ടിനാ പാലക്കാട് ഇടതിന്റെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് 3-ാം സ്ഥാനത്തായവരായി പറയുന്നത്. ഇടതിന്റെ കോട്ട എന്ന് 24 മണിക്കൂറും ഉറക്കത്തിലും പറയും. ഇടത് കോട്ട പാലക്കാട്, ഇടത് കോട്ട പാലക്കാട്. 3-ാം സ്ഥാനത്ത് പോയി അവരാ പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കൗണ്ട് തുറക്കും കിഷോമാർ എന്നുള്ളതാണ് താങ്കളുടെ ആത്മവിശ്വാസം. തീർച്ചയായും വോട്ടർമാരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ബെമൽ. അതെ, 55,600 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ചുളു വിലയ്ക്ക് വിൽക്കാൻ വെച്ചേക്കാണ് ആ സ്ഥാപനം. ആ സ്ഥാപനം വിൽക്കാൻ വേണ്ടി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് മേഘ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ കമ്പനിയിൽ നിന്ന് BJP 620 കോടി രൂപ ഇലക്ഷൻ ബോണ്ടായിട്ട് വാങ്ങി. കോൺഗ്രസ് 320 കോടി രൂപ വാങ്ങി. ഇവിടുത്തെ പാർലമെന്റ് എം പി ആയിരുന്ന ശ്രീ VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ ഈ പ്രശ്നം വന്നപ്പോ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന് കൊടുത്ത 320 കോടി രൂപയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലമാണോ ഈ ബെമലിനെതിരായിട്ടുള്ള പ്രതിഷേധം VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ ഉയർത്താഞ്ഞത്? അതാണ് ഒന്നാമത് ചോദ്യം. അതെ, ഇലക്ട്രൽ ബോണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ എങ്ങനെയായിരിക്കും ഫറൂഖെ നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പോവുക? നിങ്ങളുടെ കൈകളിലും ആ രക്തത്തിന്റെ കറയുണ്ട്. ഒന്ന് പറയട്ടെ, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ദേശീയ പാർട്ടികൾ, അവർക്ക് സംഭാവന സ്വീകരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇലക്ട്രൽ ബോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് സുതാര്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ വിഷയം ഇത്രയും ഗൗരവമായി സുപ്രീം കോടതി എടുത്തതും SBIനോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഫണ്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെയും DMKയുടെ ഒക്കെ സഹകരണത്തോടും സഹായത്തോടും കൂടി 2 MPമാരുള്ള ഈ ചെറിയ പാർട്ടിക്കും സ്വാഭാവികമായും ഇത്ര വലിയ ഫണ്ടിന്റെ ആവശ്യം വരില്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം, അത് ചോദിക്കേണ്ടത് ഇവിടെയായിരുന്നു. VK ശ്രീകണ്ഠൻ അല്ലല്ലോ, അത് വിൽക്കാൻ പോകുന്നത് VK ശ്രീകണ്ഠനാണോ? അത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. കൈരളിക്ക് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇപ്പൊ ഈ മറുപടി കൊടുത്തിട്ടുണ്ട്. ശരി, ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. UDF പ്രതിനിധിയോടാണ് ചോദ്യം. ഇപ്പോ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി CAA എന്നൊരു ഏർപ്പാട് കൊണ്ടുവന്നിട്ടുണ്ട് BJP സർക്കാർ. ഈ BJP സർക്കാർ കൊണ്ടുവന്ന ഈ CAA അതിന്റെ പ്രതികരണം UDFന്റെ പല നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ, ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താനോട് പത്രക്കാരൻ ചോദിച്ച സമയത്ത് ആ പത്രക്കാരനെ വർഗീയവാദിയാക്കിയിട്ട് ചിത്രീകരിക്കുകയും ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ മറുപടി ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ പറയുന്നുള്ള. പക്ഷെ ദേശീയ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ രാത്രി കടന്നുറങ്ങിയിട്ട് നേരം വിളിക്കട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ UDFന്റെ പ്രതിനിധിക്ക് ഈ CAA പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ടോ? അതിലെന്താണ് അഭിപ്രായം? പിന്നെ ഒരു ചോദ്യം, ഈ VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP ഈ 5 വർഷം കൊണ്ട് ഈ നാട്ടിൽ എന്ത് പുരോഗമന പ്രവർത്തനം? ആദ്യത്തെ ദേശീയ വിഷയങ്ങളിലേക്ക് ഇവരുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ശേഷം പറഞ്ഞോ സൂചിപ്പിച്ച ഒരു ചോദ്യം തന്നെ ചോദിക്കാനുള്ളത്, ന്യൂനപക്ഷ മേഖലയെ സ്വാധീനിക്കണമെന്ന് താല്പര്യമുള്ള മണ്ഡലങ്ങളിൽ മാത്രം അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ CAA-ക്കെതിരായിട്ടുള്ള ശബ്ദം ഞങ്ങൾ ഉയർത്തുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടി റാലികൾ നടത്തുകയും മറ്റ് ഇന്ത്യയൊട്ടാകെ അതിനെതിരെ ഇതിന്റെ നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഒരു ശബ്ദം പോലും ഉയർത്താതിരിക്കുകയും പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മണ്ഡലത്തിലും ആ നിലയിലേക്കുള്ള ഇടപെടൽ നടത്താതിരിക്കുകയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയം നിങ്ങൾ എന്താണ് മുന്നോട്ട് വഞ്ചനയാണോ എന്നുള്ളതാണ്. ആ ചോദ്യം ഇനി എന്താ ഇവിടെ UDF ആണോ? NDAയോടും UDF-നോടുമാണ് ചോദ്യം. സമയം അനുവദിക്കണം. ഇവരിവിടെ ഞാൻ വരുമ്പോ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട്. CPM-ന്റെ ചിഹ്നത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉത്കണ്ഠ, മനസ്സിൽ ആശങ്കയില്ലാണ്ട് ഉള്ളിൽ തട്ടി പറയാൻ പറ്റും, ഈ ഇരിക്കുന്ന കോൺഗ്രസിനെയും ആ ഇരിക്കുന്ന BJP-യേക്കാളും ഈ നാട്ടിൽ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന പാർട്ടി ചിഹ്നമൊന്നും നോക്കാണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ MPമാര് പാർലമെന്റിൽ വേണം. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പിന്നെ പ്രധാനപ്പെട്ട കാര്യം,
ഈ 2004 എന്ന് പറയുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യക്ക് അങ്ങനെ ഒരു വർഷം ഓർമ്മയുണ്ട്. 2004. ഈ 2004 ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറിവേറ്റപ്പോ 1998 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ 2004 അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും 62 MP-മാരെ സംഭാവന ചെയ്ത ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിച്ച പാർട്ടിയാ CPM. മനസ്സിലായി. ഓക്കെ, പക്ഷെ ഞങ്ങൾ പറയാണ്, ആർജവത്തോടെ പറയാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ് ഇന്ത്യയില് ഒരു സംസ്ഥാനത്ത് മാത്രമേ ജനങ്ങൾ സമാധാനത്തോടുകൂടെ CAA പേടിക്കാണ്ട് കിടക്കുന്നുള്ളൂ. അത് ഈ പറയുന്ന CPM ഭരിക്കുന്ന കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്? അതാ പിണറായി ഓക്കെ, സമ്മതിച്ചു. ഞങ്ങളുടെ പിന്തുണ അവിടെ വരുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ പൗരത്വ നിയമം കാരണം കൊണ്ട് ചോദ്യങ്ങൾ കേട്ടിട്ട് ആരോടെ ചോദ്യം? കോൺഗ്രസ് പ്രതിനിധിയോട് UDF-നോട്. പക്ഷെ അവർക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ ഇദ്ദേഹത്തോടാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാർ കുറച്ച് ആശയക്കുഴപ്പത്തിലാണ്. ഞാൻ BJP പ്രതിനിധിയാണോ കോൺഗ്രസ് പ്രതിനിധിയാണോ എന്ന്. അങ്ങനെ ഒരു ആശയമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത്. രണ്ടുപേരും പോയി അതിനുവേണ്ടിയാണോ ഇത്രയും BJP-ക്ക്? MLA-മാരൊക്കെ പോയ കണക്ക് ഡാറ്റ ഇന്ന് അവൈലബിൾ ആണ് ദേശീയ തലത്തിൽ. അതെ, പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോ രാജ്യത്തിന്റെ പ്രതിസന്ധിയിലാകുന്ന പലതരത്തിലുള്ള നിലപാടുകളും കേന്ദ്ര സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് BJP-യുടെ ബി ടീമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രതിനിധി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ BJP ഇവിടുത്തെ കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ശ്രീകണ്ഠൻ 5 വർഷമായി ഇവിടുത്തെ MP ആണെന്ന് പറയുന്ന കേട്ട അനുഭവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നേരിട്ട് പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു 4 ഹൈമാക്സ് ലൈറ്റിന് വേണ്ടി മാത്രം ഇനിയും പാലക്കാട് ജനങ്ങൾ അദ്ദേഹത്തെ വോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അയപ്പിക്കണം. എന്തിനാണ് ഇത്രയും കാലം ഈ പേരും പറഞ്ഞ് മാത്രം പാലക്കാട്ടിലെ ജനങ്ങളെ? അതാണ് ചോദ്യം. എന്താണ് ചെലവഴിച്ച MP ഫണ്ട് വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ വിവരിക്കാം. അതെ, MP ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് VK ശ്രീകണ്ഠനെ നിങ്ങളൊരു പരസ്യം ഞാൻ കണ്ടു. നിങ്ങളുടെ പരസ്യത്തിൽ VK ശ്രീകണ്ഠൻ ഇവിടുന്ന് ജയിച്ചു പോയാൽ BJP ആയി തീരുമെന്നൊരു ദുസൂചനയുണ്ട്. അങ്ങനെ പേടിയുണ്ടോ? കണക്കുകൾ എന്താ അവിടെ സംശയമുണ്ട്? ഓക്കെ പറഞ്ഞോ. എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞാനൊരു അധ്യാപകനാണ്. നിതിൻ സാറിനെ എനിക്കറിയാം, സാറിന് എന്നെ അറിയില്ല. എന്റെ ചോദ്യം എന്താണ്? 1989 ഇവിടെ ജയിച്ചു പോയ A വിജയരാഘവൻ 91 ജനം തിരസ്കരിച്ച ഒരാളാണ്. അതിനുശേഷം 30 വർഷം കഴിഞ്ഞ് വീണ്ടും ഇവിടെ കെട്ടിയിറക്കുമ്പോൾ എന്റെ ചോദ്യം എന്താണ്? നിങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ചെറുപ്പക്കാരായ ആരും ഇല്ലേ? ഇത്രയും വയസ്സായ ആളെ തന്നെ വീണ്ടും ഇറക്കണോ? വേറെ ചെറുപ്പക്കാരെ പാലക്കാട് യുവത്വത്തിന് വോട്ട് ചെയ്യുന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? യുവത്വത്തിന് വേണ്ടേ വോട്ട് ചെയ്യാൻ? ഇപ്പോൾ യുവത്വം പ്രായോഗിക രാഷ്ട്രീയ അനുഭവം വേണ്ടേ? പ്രായോഗിക രാഷ്ട്രീയ അനുഭവം അതിലൂടെ തന്നെയല്ലേ ആർജിക്കുന്നത്? പ്രായോഗിക രാഷ്ട്രീയ അനുഭവം ആർജിക്കുന്ന എങ്ങനെ? പ്രവർത്തനങ്ങളിലൂടെ ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് അപ്പൊ ചെറുപ്പക്കാർക്ക് കൊടുത്തൂടെ? നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് A വിജയരാഘവനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നതാണ് ചോദ്യം. ഒരു പ്രാവശ്യം പാലക്കാടൻ ജനത തള്ളിക്കളഞ്ഞ ആളാണ്. ചോദ്യം വ്യക്തമാണ്. ഇതിന് മറുപടി പറയാൻ മുമ്പ് ഒരു ചോദ്യം കൂടി ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ VK ശ്രീകണ്ഠൻ MP ആയി വന്നിട്ട് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. അതെ, നമുക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിന്റെ MP-മാർ വരുമ്പോൾ മാത്രമാണ് പാലക്കാട് വികസന പ്രക്രിയയ്ക്ക് ആക്കം കൂടിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ വളരെ പ്രധാനമാണ് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതി 61 കോടി രൂപയുടെ. 10 വർഷം രാജേഷ് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനുള്ളെങ്കിൽ അത് പറയണം. കേവലം PNRF പദ്ധതി 88 ലക്ഷം രൂപയാണ് സാധാരണക്കാരന് ദുർബലമായ ചികിത്സാ സഹായത്തിന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ 10 കൊല്ലം കൊണ്ട് രാജേഷിന് കഴിഞ്ഞതെങ്കിൽ. അതായത് മോദി സർക്കാരിന്റെ ഗുണം കേരളത്തിന് കിട്ടി. മോദി സാർ ഒരു MP മോദി സർക്കാരൊന്നല്ല, ഒരു MP-യുടെ പിന്നെ ഒരു PMNR ഫണ്ട് 4 വർഷം കൊണ്ട് VK ശ്രീകണ്ഠൻ വാങ്ങിക്കൊടുത്തത് 2.86 കോടി. PMGS ഫണ്ട് കേരളത്തിൽ 116 കോടി രൂപയാണ് പാലക്കാടേക്ക് കിട്ടിയിട്ടുള്ളത്. ഒറ്റ ചോദ്യം, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ MP മൗനം പാലിച്ചത്? അങ്ങനെയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി
ഒരു മുഖ്യമന്ത്രി ഇവിടെ എംപിമാരുടെ ഒരു യോഗം വിളിക്കാൻ പോലും തയ്യാറാവാത്ത 2 തവണ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. അവസാനം പാർലമെന്റിന് മുമ്പ് യോഗം വിളിച്ചില്ല. ദില്ലി ചെലവിൽ ക്ഷണമുണ്ടായിരുന്നില്ലേ? യോഗം വിളിച്ച യോഗം 7 വർഷമായിട്ട് ഇന്നേ വരെ ഡൽഹിക്ക് പോകാൻ തയ്യാറായിട്ടില്ല. ഈ കേരളം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വോട്ടർമാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ആദ്യം താങ്കളോടാണ് ചോദ്യം. വിജയരാഘവനെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, മറ്റൊരു സ്ഥാനാർത്ഥി കിട്ടിയില്ലേ? ഒരു തവണ ഈ മണ്ഡലം തിരസ്കരിച്ചതല്ലേ വിജയരാഘവനെ? 89-ൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചതാണ് സഖാവ് വിജയരാഘവൻ. 91-ൽ രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നു. ഇന്ത്യയിലെ CPM-ന്റെ പടിപടിയായി ഉയർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികൾ ചുമതലകൾ വഹിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ മാഷ് ചോദിച്ചു പ്രായത്തെക്കുറിച്ചൊക്കെ. ഇവിടെ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള UDF-ന്റെ സ്ഥാനാർത്ഥി സർക്കാർ സർവീസിലാണെങ്കിൽ ഇപ്പോൾ ഈ മാർച്ച് 31-ന് റിട്ടയർ ചെയ്യേണ്ട പ്രായമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രായത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകേണ്ടതില്ല. ഇവിടെ രാഷ്ട്രീയമാണല്ലോ, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് പ്രധാനം. ഇവിടെ രാഷ്ട്രീയമാണ് പ്രധാനം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നേരത്തെ ഇവിടെ ഒരു വളരെ സജീവമായ ഒരു വിഷയം വന്നു. പാലക്കാട് ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതാണ്ട് 56,000 കോടി രൂപയിലധികം വില വരുന്ന ഒരു സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ BJP പരിശ്രമിച്ചു. ഇപ്പോഴല്ല, നേരത്തെയും പരിശ്രമിച്ചു. 2018-ൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ അന്ന് ലോക്സഭാ അംഗമായിരുന്ന ശ്രീ MP രാജേഷ് പാർലമെന്റിൽ അതിശക്തമായി പ്രതിഷേധമുയർത്തി. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജൂലൈ മാസം 3-ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞു, ഞങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. 2019-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ MP ജയിച്ചു വന്നു. വീണ്ടും BJP സർക്കാർ പൊതുമേഖല വിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ മേഘ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി 714 കോടി രൂപ BJPക്ക് കൊടുക്കുന്നു. എന്തിന്? ഈ 56,000 കോടി രൂപ വിലയുള്ള സ്ഥാപനം ചുളുവിലയ്ക്ക് വിൽക്കാൻ BJPക്ക് 714 കോടി. ആ വിൽപ്പനയ്ക്കെതിരായി മിണ്ടാതിരിക്കാൻ, വാപൊത്തിയിരിക്കാൻ കോൺഗ്രസിന് 325 കോടി എന്ന് വെച്ചാൽ കള്ളന് കഞ്ഞി വെക്കുന്നവനും എന്നാണ് മലയാളത്തിൽ അതിന്റെ ചൊല്ല് പറയുക. അങ്ങനെയല്ലേ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഇന്ത്യയിൽ CPM പറഞ്ഞു, ഇടതുപക്ഷത്തെ CPM-ഉം CPI-യും പറഞ്ഞു, ഞങ്ങൾ ഈ പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് അഴിമതിയാണ്. ഈ നിയമം വന്ന ഉടൻ പറഞ്ഞു. അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയ പാർട്ടിയുടെ പേരാണ് ഫാറൂഖ് CPIM. ആ വിധിയാണ് ഇപ്പോ ഈ രാജ്യത്ത് ചർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി. ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധിയും പറഞ്ഞു, ഇവരും കിട്ടിയപ്പോ വാങ്ങി, കിട്ടിയതെല്ലാം വാങ്ങി. BJPക്ക് ഏതാണ്ട് 7,000-ലധികം കോടി രൂപ കിട്ടി. 1,500 കോടി രൂപയോളം കോൺഗ്രസിനും കിട്ടി. എന്തിനാണ്? BJP ചെയ്യുന്നത് എങ്ങനെയാ? ഏതാണ്ട് പഴയ മുംബൈ അധോലോകത്തിന്റെ സിനിമയിൽ കാണുന്നത് പോലെ, ഹഫ്ത പിരിക്കുന്നത് പോലെയാണ്. ആദ്യം പോയി ഭീഷണിപ്പെടുത്തും, ആ ഭീഷണിക്ക് ശേഷം ഹഫ്ത പിരിക്കുന്നത് പോലെ പണം പിരിക്കും. അതല്ലേ ചെയ്യുന്നത്? പക്ഷെ ഒരു ചോദ്യത്തിന് കൂടി മറുപടി താങ്കൾ പറയണം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മൊത്തം എത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് ഇന്ത്യയിൽ? നോക്കൂ, ഇന്ത്യയിൽ 273 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല ഒറ്റ പാർട്ടി എന്ന നിലയിൽ. അപ്പോൾ പിന്നെ അത് സ്വപ്നമെങ്കിലും കാണാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസാ. നോക്കൂ, ഇന്ത്യയിൽ ഒറ്റ പാർട്ടിയായി അധികാരത്തിലേക്ക് വരിക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല CPM നടത്തുന്നത്. CPM ഇന്ത്യയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കുന്ന BJPയെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് കാരണമാകുന്ന RSSനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക നേരിടാനുള്ള കരുത്ത് അല്ല. അങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന പ്രതീതി ഇതാ, കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നാണ്. പ്രധാനമന്ത്രി പദവി പോയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ എണ്ണം തികയ്ക്കാനുള്ള നമ്പർ പോലും കോൺഗ്രസിന് ലഭിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഇവർ പറയുന്ന കേരളത്തിന് പുറത്ത് BJPക്കെതിരായി ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആദ്യം CPM-ന്റെ പ്രതിനിധിയോട് പറയാണ്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അല്ലാതെ വേറെ ആരാണെന്നുള്ള ചോദ്യം കേരളത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ ഒരു മുൻ MP ഉണ്ട്, പേരെന്താണെന്നറിയാം, ഇപ്പോഴും MP ആണ്, P. രാമസ്വാമി നടരാജൻ. CPM-ന്റെ MP ആണ്. കോൺഗ്രസിന്റെ പിന്തുണയോട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് ജയിച്ചതാ.
ഒന്ന് ചോദിക്ക്, നിങ്ങളൊന്ന് പോയി ചോദിക്ക്. അവർക്ക് പ്രതീക്ഷ അതാണ്, അവർക്ക് പ്രതീക്ഷ അതാണ്. കോൺഗ്രസ് ജയിച്ചു. മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ ജയിച്ചത് സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് വരണ്ട. 2024 നമ്പർ വൺ വിറ്റാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. 2024 സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ വെച്ചിട്ട് കോൺഗ്രസ് ജയിച്ചെന്ന് പറയുമ്പോ നിങ്ങളുടെ രാഷ്ട്രീയ ബുദ്ധി എവിടെയാണ്? വെസ്റ്റ് ബംഗാളില് നിങ്ങൾ അലയൻസ് ആണല്ലോ CPM കോൺഗ്രസും. പറയാം, അത് പറയാം. പശ്ചിമ ബംഗാളിലെ സാഹചര്യത്തിൽ CPM എവിടെയായിരുന്നു? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കുകയാണ്, ഞങ്ങളെയും കൂടി കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട്. രണ്ടാമത് പറഞ്ഞു സീതാറാം യെച്ചൂരിയുടെ കാര്യം. ഡൽഹിയിൽ വെച്ച് AKG സെന്ററില് CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ സീതാറാം യെച്ചൂരിയെ RSSകാര് വന്നിട്ട് മർദ്ദിക്കുമ്പോ ശ്രീ സീതാറാം യെച്ചൂരി ഫോൺ ചെയ്തത് ഒരു നേതാവിനെയാണ്. ആ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധിയാണ്. ഇനി രണ്ടാമത് ഇവിടെ CAയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു. എന്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, 60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഒരാളുടെയും ജാതിയും മതവും നോക്കിയിട്ട് പൗരത്വം കൊടുത്തിട്ടില്ല. അത് പറയാൻ തയ്യാറാവണം. നിങ്ങൾക്ക് മടിയാണ്, മോദിയുടെ പേര് പറഞ്ഞിട്ട് വിമർശിക്കാൻ മടിയുണ്ടാകും. കാരണമുണ്ട്. EP ജയരാജൻ നിങ്ങളുടെ നേതാവാണല്ലോ. ആ ജയരാജൻ പണ്ട് ഇൻഡിഗോ ഫ്ലൈറ്റുമായിട്ട് എന്തോ ചർച്ച ഇല്ലായ്മ കൊണ്ടായിട്ടുണ്ട്. ആ EP ജയരാജൻ പറയാണ്, കേരളത്തിൽ പ്രഗത്ഭരായ 5 BJP സ്ഥാനാർത്ഥികളാണ് കടന്നു വന്നിരിക്കുന്നത്. പറയുന്നത് സുരേന്ദ്രനല്ല. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ, V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, സുരേന്ദ്രൻ, അതുപോലെ തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള 5 സ്ഥാനാർത്ഥികൾ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥാനത്തിൽ വിജയിക്കാൻ പോകുന്നു. രണ്ടാമത് ഇനി ഒരു അന്തർധാര പറയാം. ഞാൻ പറയുന്ന അന്തരല്ല, പരസ്യധാരണ. പാലക്കാട് വന്ന് സുരേന്ദ്രൻ, ഏത് സുരേന്ദ്രൻ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ്, പാലക്കാട് നിയമസഭയിൽ ബൈ ഇലക്ഷൻ നടക്കില്ല. കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ തോൽക്കും. ഷാഫി പറമ്പിൽ വടകരയിൽ തോൽക്കും. കേക്ക്, ഞാൻ പറയുന്നത് ഒന്നും കൂടി കേൾക്കണം. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. സുരേന്ദ്രൻ BJP ജയിക്കുമെന്ന് വടകരയിൽ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം തൃശൂരും വടകരയും തമ്മിൽ ഒരു അന്തർധാര ഇവർ ഇപ്പോൾ തന്നെ സജീവമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്. ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പാലക്കാട് 3300 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം കോൺഗ്രസിനുള്ള ഷാഫി പറമ്പിനുള്ള മണ്ഡലം ഉപേക്ഷിച്ച് ഷാഫി പറമ്പിൽ പോകുമ്പോ അവിടെ അടുത്ത നിയമസഭാ സീറ്റ് ആർക്കായിരിക്കും? BJPക്ക് കൊടുത്തിട്ട് പോകല്ലേ? ഒരിക്കലുമല്ല. കേരളത്തിനകത്ത് പാലക്കാടിന്റെ മണ്ണിൽ MLA ബോർഡും മുഖ്യമന്ത്രിയുടെ ബോർഡും വെച്ച് പരിണിത പ്രജ്ഞനായ ഒരു വ്യക്തി, ഒരു വലിയ നേതാവ് കടന്നു വന്ന വ്യക്തിയെ തിരിച്ച് കോയമ്പത്തൂർ ഫ്ലൈറ്റ് കയറ്റിയ ചരിത്രമുള്ള കോൺഗ്രസ് തിരിച്ചു വിളിക്കല്ലേ? CPM തന്നെ ഇനി BJPയുമായി അന്തർധാര ഉണ്ടാകും. നിങ്ങൾക്കറിയാം. അവിടെയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അർദ്ധശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് ഈ സുഹൃത്ത് ചോദ്യമുണ്ട്. മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചത് എന്താ? ഒരു രാത്രി കഴിഞ്ഞിട്ട് പറയാം CAയുടെ വിഷയത്തിലുള്ള നിലപാട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് എന്താ? CAയുടെ വിഷയത്തിൽ നിങ്ങൾ വർഗീയവാദിയാണോ എന്നാണ്. കേരളത്തിൽ CA വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി 2014 മുതൽ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ വർഗീയതക്കെതിരെ അപകടകരമായ സാഹചര്യത്തെ എന്നും വിരൽ ചൂണ്ടി സംസാരിച്ച ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ CAA ഈ നിയമം വിജ്ഞാപനം വന്നപ്പോൾ ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന CAA ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ്. ആ CAA ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞതും കോൺഗ്രസ് ആണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്ന ആ സുഹൃത്തിനോട്, ഇവിടുത്തെ ജനകീയമായി നടത്തിയ പ്രതിഷേധങ്ങളുണ്ട്, CAക്കെതിരെ പ്രകടനങ്ങളുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ ചില മഹല്ല് കമ്മിറ്റികളൊക്കെ നേതൃത്വം നടത്തി
കേസിൽപ്പെട്ട എത്രയോ ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. ആ കേസ് പിൻവലിക്കാത്ത ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അതൊന്ന് പിൻവലിച്ചിട്ട് നിങ്ങൾ ഈ CAA പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ CAA പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് പണം കൊടുക്കാനില്ല എന്ന് പറയുകയും പാലക്കാട് നിന്നുകൊണ്ട് നെല്ലു കുടിശ്ശിക സംഭരണത്തിനുള്ള നിങ്ങൾ 1500 കോടി രൂപ കുടിശ്ശിക വരുത്തി. 1 രൂപ 40 പൈസ കുറച്ചവര് അവര് കുടിശ്ശിക വരുത്തിയോ? 2019 മുതൽ പലവട്ടം പറഞ്ഞ കാര്യമാ. എനിക്ക് വേറെ വിഷയങ്ങൾ പറയാണ്ടെങ്കിലും പറയാം. നിർമ്മലാ സീതാരാമൻ കൃത്യമായ രീതിയിൽ ഇവിടെ കണക്കുകൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും കാരണം ഭരിക്കാൻ അറിയില്ല. 850 കോടി രൂപ കൊടുത്തത് ഇന്നലെ. ഭരിക്കാൻ അറിയാത്ത പിണറായി വിജയനും കൂട്ടരും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. കാര്യം പറയാം. കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ ചെയ്ത ചില പദ്ധതികളുണ്ട്. അതിന് ഞങ്ങൾ കൊടുത്ത പൈസകളുണ്ട്. അതുകൂടെ പറയണം. കാരണം വെറുതെ CAA വർഗീയതയും പറഞ്ഞ സമയം കളയരുത്. വെറുതെ വർഗീയത പറഞ്ഞ സമയം കളയരുത്. IITക്ക് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് നേരിട്ട് പുറത്തുവിട്ട വിവരങ്ങളാണ് പറയുന്നത്. തെറ്റാണ്. എനിക്കത് സുപ്രീം കോടതി കേസ് കൊടുത്തോ? ഞാൻ പറയാം. IITക്ക് വേണ്ടി 4000 കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചു. വ്യവസായ ഇടനാഴിക്ക് വേണ്ടി 3800 കോടി. ഇവിടെ നിന്ന് 5.5 കിലോമീറ്റർ നേരെ പോയ അവിടെ ഡിഫൻസ് പാർക്ക് ഉണ്ട്. ആ ഡിഫൻസ് പാർക്കിന് വേണ്ടി 400 കോടി രൂപ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഫുഡ് പാർക്കിന് വേണ്ടി 600 കോടി രൂപ. അമൃത് പദ്ധതിക്ക് വേണ്ടി 350 കോടി രൂപ. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി 70,114 കോടി രൂപ. ഈ മണ്ഡലത്തിൽ ഒരു MP ഇല്ലാതെ ഞങ്ങൾക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിയുമെങ്കിൽ C. കൃഷ്ണകുമാർ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മണ്ഡലത്തെ പുഷ്പം പോലെ വിരിയിപ്പിക്കും. എന്റെ സംശയം, നിങ്ങൾ പുഷ്പം പോലെ വിരിയിച്ച ചില മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലങ്ങളുടെ അവസ്ഥ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കേൾക്കുന്നത്. ഉദാഹരണത്തിന് മണിപ്പൂർ, അതാണ് വീണ്ടും ഉത്തർപ്രദേശ്, ബീഹാർ. മണിപ്പൂർ വിടൂ. മണിപ്പൂരിലെ ക്രൈസ്തവർക്കിടയിൽ BJP ജയിക്കുന്നത്. പറയാൻ അവസരം മണിപ്പൂർ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ജയിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ പാലക്കാടത്തെ കാര്യം പറയുമ്പോ CAA കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും അബദ്ധധാരണകൾ, ഒന്നിനെ കുറിച്ചും അറിവില്ലായ്മ. എന്താണ് CAA? വിഭജന ശേഷം അവിടെ ന്യൂനപക്ഷം ഇവിടെ ന്യൂനപക്ഷമായ ആളുകൾക്ക് അവരുടെ ബന്ധമോ അവിടെ ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും അവർക്ക് പൗരത്വം കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ഒപ്പിട്ട കാര്യങ്ങൾ 70 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പൗരത്വം കൊടുക്കാന്ന് വെച്ചു. എന്തുകൊണ്ട്? ആ 3 മുസ്ലിം രാജ്യങ്ങളിൽ ശരീഅത്ത് നിയമപരമായിട്ട് 3 രാജ്യങ്ങൾ ഉണ്ടാകുമ്പോ ആ രാജ്യങ്ങൾ അവര് ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷമായ ആളുകൾക്ക് ഈ ഇവിടെ ഇന്ത്യയിൽ ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. CAA എന്താണെന്ന് മനസ്സിലാക്കണം. ആ 3 രാജ്യങ്ങളിലുള്ള ഈ ആളുകൾക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പക്ഷെ ഇന്ത്യയിൽ ജീവിക്കുകയാണെങ്കിൽ അത് ഇത്രയും വർഷത്തിന് മുന്നേ മതം കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മതം കൊണ്ടാണല്ലോ ഈ രാജ്യം വിഭജിച്ച. ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അല്ല, ഇന്ത്യ അത് പറഞ്ഞിട്ട് ആണോ അല്ലയോ? അല്ല, ഞാൻ ചോദിക്കണോ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലയോ? അല്ല. അഫ്ഗാനിസ്ഥാൻ കൊണ്ടുവന്നേ ഇസ്ലാമിക രാജ്യ. ഇറാൻ, സൗദി അവിടേക്ക് ദൂരല്ലോ. ഇസ്ലാമിക് രാജ്യമല്ലേ? സൗദി ഇസ്ലാമിക് രാജ്യമല്ലേ? തൊട്ടടുത്ത് എങ്ങനെയാവുന്നേ? മ്യാൻമാർ അല്ലേ തൊട്ടടുത്ത്? ശ്രീലങ്കയല്ലേ തൊട്ടടുത്ത്? അത് കുഴപ്പമില്ലാത്ത അവിടെ മതപീഡനമില്ലേ? മതപീഡനം ശ്രീലങ്കയിലില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയത്? ഇന്ത്യയുടെ ഭാഗമല്ല. പിന്നെ പറഞ്ഞു തെറ്റായ നടപടി. അതായത് മണിപ്പൂര് പള്ളികൾ
ആക്രമിക്കപ്പെട്ടു. ആരാക്രമിച്ചു? മെയ്റ്റി വിഭാഗത്തിലുള്ളവര്. അതല്ല, പിന്നാരാ? അവിടെ നടന്ന് ഫാദർ പറഞ്ഞത് അനധികൃതമായി പബ്ലിക് സ്ഥലത്ത് കയ്യേറിയിട്ട് പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികൾ ബുൾഡോസർ ഉപയോഗിച്ച് സർക്കാരാണോ പള്ളി പൊളിച്ചത്? അവിടുത്തെ ബിജെപി സർക്കാർ. പിന്നാരാ? അനധികൃതമായിട്ട് ഞാൻ പള്ളിയോ? ബിജെപി സർക്കാർ പള്ളി പൊളിച്ചോ? താങ്കൾ ഉള്ള വോട്ട് കളയരുത്. ഒരു നിമിഷം അതിന് മുമ്പ് എനിക്ക് ചോദിക്കും. പ്രിയപ്പെട്ട LDF-ന്റെ ആളോടാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ വലിയൊരു വിഷയമാണ് പെൻഷൻ. പെൻഷൻ 8 മാസമായി കൊടുത്തിട്ടുള്ളത്. 8 മാസം. ഒരു മാസം കൊടുത്തു. അത് നിങ്ങൾ പറയില്ല. ഇതുകൂടി കൂട്ടി കഴിഞ്ഞാൽ 8 മാസമായി. ഒരു മാസം കൊടുത്തു. ഇവിടെ സാധാരണക്കാരന് പണിയില്ല. വയസ്സായ അമ്മമാർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ല. പക്ഷേ കാശുണ്ടായാൽ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല. സിവിൽ സപ്ലൈ പോയി കഴിഞ്ഞാൽ സാധനങ്ങളില്ല. എങ്ങനെ വോട്ട് കൊടുക്കും? റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണയില്ല, അരിയില്ല. ആ അവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. മുതിർന്ന പൗരന്മാരായ സ്ത്രീകൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ 50% കൺസെഷൻ കൊടുത്തിരുന്നു. അത് BJP വന്നപ്പോൾ നിർത്തലാക്കി. മുതിർന്ന പൗരന്മാർക്ക്, പുരുഷന്മാർക്ക് 40% കൺസെഷൻ കൊടുത്തിരുന്നു. നിർത്തലാക്കി. സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണോ? ചോദ്യം. ഈ ചർച്ച നടക്കുന്നത് ഒറ്റപ്പാലത്താണ്. CPM പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. നിരന്തരമായി MLA, MP സ്ഥാനം വഹിച്ചത് CPM ആണ്. പാലക്കാടും ഒറ്റപ്പാലത്തും. പാലക്കാട് മാറിപ്പോയി. ശ്രീകണ്ഠൻ ഇതിന്റെ മുന്നേ ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഇതുവരെ അത് പ്രവർത്തനമാക്കി. അത് അവര് MPയോടും മുന്നേ ജയിച്ച MPയോടും ശ്രീകണ്ഠന്റെ പ്രകടനം മോശമായിരുന്നു എന്നാണോ? ശ്രീകണ്ഠന് 2 കൊല്ലം കോവിഡും 3 കൊല്ലമാണ് പ്രവർത്തിക്കാൻ സമയം കിട്ടിയത്. ശ്രീകണ്ഠൻ ഒന്നും ചെയ്തില്ലേ? അപ്പൊ പുള്ളി ചെയ്ത് പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് ചോദിച്ചാൽ കിട്ടും. BJP പ്രതിനിധി ഇന്ത്യ രാജ്യം 60 കൊല്ലം ഭരിച്ചിട്ട് എന്തുണ്ടാക്കിയെന്നാണ്? ഇന്ത്യ രാജ്യം 60 കൊല്ലം ഭരിച്ചിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിന് രാജ്യം, ഇന്ത്യ എന്നൊരു ആശയത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ്. താങ്കൾ ചോദിച്ചു. മറ്റു ചോദ്യം ചോദിച്ചോ. ഇവിടെയുള്ള BJPയും CPM ഒന്ന് തന്നെയാണ്. പറഞ്ഞോ എന്താ കാര്യം? CPM ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വർണ്ണക്കടത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞു. എന്നിട്ട് ഇതുവരെ നാളിതൊരു നടപടി അതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ, DK ശിവകുമാർ, മനീഷ് സിസോദിയ ഇവരുടെ ഒക്കെ വീട്ടിലേക്ക് ഇഡി വന്നു. പക്ഷേ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇഡി എത്തിയിട്ടില്ല. ഇത് കൃത്യമാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. താങ്കൾ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി വരണമെന്നാണോ വേണ്ടതാണോ? അങ്ങനെയല്ല, ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുകയല്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി വേണം. അല്ല, ഇഡി വരണമെന്നോ വേണ്ടെന്നോ? ഇഡി രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? പിണറായി വിജയന്റെ കാലിൽ പോയി വീഴുകയല്ലേ? അതെ ശരി. പിണറായി വിജയൻ അന്തർധാര. ഓക്കെ, ചോദിച്ചോ. 2014 മുമ്പ് മോദിയുടെ കുറെ ഗ്യാരണ്ടികൾ നമുക്ക് കിട്ടിയതാണ്. പെട്രോൾ 50 രൂപയ്ക്കാക്കുക, ഗ്യാസിന്റെ സബ്സിഡി, പാലക്കാട് കോച്ച് ഫാക്ടറി, കേരളത്തിലെ എയിംസ് തുടങ്ങിയത്. ഇനിയും പണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞ് നിങ്ങൾ മനസ്സിലായിട്ടില്ലായിരുന്നോ? അത് തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് സാർ. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ? പറഞ്ഞോ. BJP അംഗത്തിനോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഡീസൽ പെട്രോൾ വില കൂടി, പാവപ്പെട്ട ഉജ്ജ്വൽ ഗ്യാസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഫ്രീ ആയിട്ട് ഉജ്ജ്വൽ ഗ്യാസ് കിട്ടിയില്ലേ? സ്വാസ്ഥ്യ പരിപാടിയായിട്ട് ടോയ്ലറ്റ് കിട്ടിയില്ലേ? സിലിണ്ടർ വേണം. പെട്ടെന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാർ. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 112 MPമാർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. 80 MLAമാർ BJPയിലേക്ക് പോയി. 126 മുൻ MLAമാർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. 12 മുൻ മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയി. ഈ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ടാണോ കേരളത്തിലെ ജന വോട്ട്? ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും പാർട്ടി ഓഫീസ് തന്നെ BJP ആയി. ഇവിടെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന കണക്കെടുപ്പ് CPM കറക്റ്റായി നടത്തുന്നു. പക്ഷെ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ കണക്കെടുപ്പ് അവർക്ക് അറിയില്ല. അതറിയില്ല എത്രയാണെന്ന് പറയും. അപ്പോ ആദ്യം ഇവിടെ പെൻഷൻ കാര്യം പറഞ്ഞു. പെൻഷൻ വിതരണത്തിലെ അപാകതയെ കുറിച്ച് ഒക്കെ ഇവിടെ കോൺഗ്രസിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു.
സുഹൃത്തെ, 2016 പിണറായി വന്നപ്പോ ഉമ്മൻചാണ്ടി ബാക്കി വെച്ച 18 മാസത്തെ പെൻഷൻ 10,800 രൂപ ഞങ്ങളാണ് കൊടുത്തത്. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1,600 രൂപയാക്കിയത് 1,600 ആക്കിയത് പിണറായി സർക്കാരാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെച്ച രേഖ വെല്ലുവിളിക്കുന്നു. രാഷ്ട്രീയം അവസാനിപ്പിക്കുമോ? രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ? 1,32,000 രൂപയാണ് 1,32,000 രൂപയാണ് 8 വർഷമായി പെൻഷൻ വാങ്ങിയ ഒരാൾക്ക് പിണറായി വിജയൻ നൽകിയിട്ടുള്ളത്. 1,32,000. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ ആകെ കൂടിയത് 100 രൂപ. പിണറായി കാലത്ത് പെൻഷൻ കൂടിയത് 1000 രൂപ. അതുകൊണ്ട് അത് കാണിച്ച് വെല്ലുവിളിക്കണ്ട. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ എങ്ങനെ നമ്പും? ഈ കേരളത്തിൽ KC വേണുഗോപാലിന് ഒരു വോട്ട് ചെയ്താൽ ആ വോട്ട് രാജസ്ഥാനിലെ BJPയുടെ രാജ്യസഭാ അങ്ങനെ കേരളത്തിലെ ജനം ചിന്തിക്കില്ല. ഒരു മുന്നണി ഇവിടെ കിടന്ന് തല്ലുകൂടല്ലേ? ഒരു മുന്നണിയുടെ കുറെ ആളുകൾ ഇവിടെ കുറെ ആളുകളുടെ നിങ്ങളോട് ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒരൊറ്റ കാര്യം പറയാം. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് റിപ്പോർട്ടർ ചാനൽ വെച്ചു ഇന്ത്യ മുന്നണി ഇന്ന് അരുണാചൽ പ്രദേശിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക ഇന്ന് കഴിഞ്ഞു. അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 പേർക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ഈ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. 26/4/2017 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ബാക്കി വെച്ച ക്ഷേമ പെൻഷൻ തുക എത്ര മാസത്തെ കണക്ക് കൊടുത്തത് തോമസ് ഐസക് 3 മാസം വെല്ലുവിളിക്കുന്നു. രണ്ടാമത് സ്ഥാനാർത്ഥി ഈ കേരളത്തിലെ ചോദ്യങ്ങളും രാഷ്ട്രീയവും ഉത്തരങ്ങളും വാദങ്ങളും എല്ലാം ഇങ്ങനെ മുറുകുകയാണ്. പാലക്കാട് നല്ല ചൂടാണ്, അതിനേക്കാൾ തിളച്ചുമറിയുന്നുണ്ട്. പാലക്കാടിന്റെ രാഷ്ട്രീയം പ്രവചനാതീതമായ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് നിന്നും കുരുക്ഷേത്രം ഇനി നാളെ ആലപ്പുഴയുടെ മണ്ണിലെത്തും. നാളെ വൈകുന്നേരം 6:55 വീണ്ടും കണ്ടുമുട്ടാം. ആലപ്പുഴയിൽ വെച്ച് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്.